അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ നിസാറാണ്. ഞാൻ ക്ലിക്കിൽ നസ്രെ തിരിഞ്ഞു നോക്കി സിനിമന്റെ സെറ്റിലാണ്, ലൊക്കേഷനിൽ ചെറുതിരുത്തിയിലാണ്. അപ്പുറം ഭാരതപ്പുഴ ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരൂ. കുറെ കുട്ടികൾ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പുറപ്പുറം, കാരണം കണക്കിൽ നിൽക്കില്ല. ഇത് ബാദുഷാ, നമ്മളെ ഫ്രണ്ടാണ്. ഈ സിനിമയിൽ നമ്മൾ ഒരുമിച്ചാണ് അഭിനയിക്കുന്നത്. ബാദുഷ എന്താണ് ഏതാന്നൊക്കെ ബാദുഷ തന്നെ പറയും. പറഞ്ഞോർക്കടാ. കല്യാണം കഴിച്ചോ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പൊ എത്ര വയസ്സായി? 30 വയസ്സായിട്ടുണ്ട്. എന്താ പെണ്ണ് കിട്ടായിട്ടാ അന്വേഷിച്ചിട്ട്? പെണ്ണ് കിട്ടായിട്ടാണ് അന്വേഷിച്ചത്? പെണ്ണ് കിട്ടായിട്ടല്ല, നമുക്കൊരു ലക്ഷ്യബോധമായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് കല്യാണത്തെ പറ്റി ഒരു ചിന്തയില്ല. ജോലിയായിട്ട് കിട്ടിയാൽ മതിയാ? സിനിമ ജോലിയാണ്, ജോലിയായിട്ട് പെണ്ണ് കെട്ടണ്ട? ഇപ്പൊ കിട്ടുന്നില്ല. ഈ ബാപ്പിയൊക്കെ ഇന്ന് ഹൗസ് വൈഫാണ്. മാപ്പ ഗൾഫില് ബസ് ഡ്രൈവറാണ്. സഹോദരങ്ങളൊക്കെ? ഒരു ചേട്ടനുണ്ട്, ഒരു പെങ്ങളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നത്? പെങ്ങള് CMA കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ കാറിന്റെ മെക്കാനിക്കലാണ്. എവിടെയാണ് താമസം കാര്യമൊക്കെ പറഞ്ഞോടി. ഞാൻ കൊല്ലമാണ് നാട്. കൊല്ലം ശക്തികുളങ്ങര കാവനാട് എന്ന് പറയും. അതാണ് എന്റെ നാട്. അവിടെ കാവനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇതിന് മുന്നേ വേറെ സിനിമയിൽ അഭിനയിച്ചിക്കണോ? ഇതിനു മുന്നേ വേറെ സിനിമയിൽ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. എന്റെ ആദ്യ സിനിമയാണ് ക്ലിക്ക് നെസ്കെ തിരിഞ്ഞു നോക്കി എന്ന സിനിമ എന്റെ ആദ്യ സിനിമയാണ്. ഷോർട്ട് ഫിലിമിലൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് ഞാൻ. ഏത് ഷോർട്ട് ഫിലിം അഭിനയിച്ചു? പോരാട്ടം എന്ന് പറഞ്ഞൊരു തമിഴ് ഷോർട്ട് ഫിലിമാണ്. എന്താണ് പോരാട്ടം എന്ന് പറഞ്ഞ തമിഴ് ഷോർട്ട് ഫിലിമാണ് അഭിനയിച്ചത്. അങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമയിൽ എന്താ വേഷം ചെയ്യണേ? ഈ സിനിമയില് അഞ്ചൽ ദേവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. പെണ്ണുങ്ങൾ അപ്പുറത്ത് കൂടെ മൈൻഡ് മാറിയത് സെൻസം കളിച്ചത്. അല്ലോ, പെണ്ണുങ്ങൾ പോകുമ്പോളേ അവന്റെ വർത്താനൊക്കെ മുട്ടിപ്പോയി. മര്യാദ ഇല്ലല്ലോ. ഈ സിനിമയിൽ ഞാൻ അഞ്ചൽ ദേവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതില് കൃത്യനിഷ്ഠ ഇല്ലാത്തൊരു മോളേടി ഒരു ഇന്റർവ്യൂ ചെയ്യണേ, ഒരു വീഡിയോ എടുക്കണം. ഞാൻ കൊണ്ടുവച്ചു ഈ പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു, ഞാട് പറഞ്ഞു. അപ്പൊ അങ്ങനൊരു ക്യാരക്ടറാണ് ചെയ്യണത്. അത് ക്യാരക്ടർ ഒരു കൃത്യനിഷ്ഠ ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അത് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട്. അപ്പൊ മാക്സിമം നന്നായിട്ട് ചെയ്യാം. എനിക്ക് എന്തെങ്കിലും സംശയമൊക്കെ എന്നോട് ചോദിച്ചോ. നവരസങ്ങൾ എന്ത് രസം ഞാൻ കാണിച്ചു തരും. ഒന്നും ടെൻഷനില്ല, ഒന്നിനെ ആലോചിച്ച് ബേജാറാണ്ട, ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഓന്റെ നാട്ടില് എല്ലാരും ഓനെ സപ്പോർട്ട് ചെയ്യാ. ഈ സിനിമക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് പോവാ. സുഹൃത്തുക്കള്, ബന്ധുക്കള്, കൂട്ടുകാര് എല്ലാരും ഉണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട്. നിങ്ങൾ പിന്നെ സിനിമ ഒന്ന് സഹായിച്ചു കൊടുത്താൽ പറഞ്ഞു കേട്ടല്ലോ. കല്യാണം കഴിക്കാതെ നടക്കാണ്. ഈ സിനിമയിൽ എന്തെങ്കിലും ഒന്നായിട്ട് സിനിമ നോർക്ക് തോന്നിയാലേ കല്യാണം കഴിക്കുള്ളൂ. കാര്യമായിട്ടൊരു പണിക്കൊന്നും ശ്രമിച്ചിട്ടില്ല. ഒരുത്തനെ വെറുതെ വിടാൻ പറ്റില്ല. 30 വയസ്സായി. അതുകൊണ്ട് എന്ത് കാട്ടി നിങ്ങൾ എന്റെ സിനിമക്ക് പോയിട്ട് കാണണം. അങ്ങനെ എല്ലുംപാടെ ഒരു നാട്ടുകാർ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ ഓനക്കൊരു ജീവിതം കുത്തും. അങ്ങനെ അതുകൊണ്ട് പറയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, ഓനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയില്ല. അപ്പൊ ഓനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞു. അവിടെ പറയടാ, ഓരോട് സിനിമ കാണണം. അസ്സലാമു അലൈക്കും. എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ID പറഞ്ഞോട്. ഫേസ്ബുക്കില്ല, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ബാദുഷാ ഒഫീഷ്യൽ. ബാദുഷാ എന്നുള്ള അപ്പൊ അങ്ങനെ ചെയ്യാം. കാണാം. ഓക്കെ.